Said Safwan Tangal from grade 6 for Emerging Star Award. Ajwat from grade 5 for Emerging Star Award. Dilshan Rahman from grade 4 for Emerging Star Award. Shazil from grade 4 for Academic Excellence Award. Hayan Junaid from grade 1 for Extra Miler Award. Aizan Ali from grade 5 for Academic Excellence Award. Tanha from grade 3 for Academic Excellence Award. അസ്സലാമു ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായ നബീല മാഡം, മറ്റു അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ്, പിന്നെ ടീച്ചേഴ്സ്, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ രക്ഷിതാക്കൾ, പിന്നെ മറ്റു കുട്ടികൾ, ഏതാണ്ട് ഈ MI സ്കൂളിൻ്റെ നമ്മുടെ MI സംഘത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഇതിൻ്റെ സ്കൂളിൻ്റെ പേരാണ് MI ഇംഗ്ലീഷ് സ്കൂളാണ്. ഇത് ഏതാണ്ട് 50 വർഷത്തിൻ്റെ തഴക്കമുണ്ട്. ആദ്യം നഴ്സറി സ്കൂളായി തുടങ്ങുകയും ഏതാണ്ട് അന്ന് ഫാത്തിമ ടീച്ചറായിരുന്നു സീതാകുട്ടി മാഷയുടെ ഭാര്യ. ഫാത്തിമ ടീച്ചറാണ് അന്ന് നഴ്സറി നടത്തിയിരുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം നഴ്സറി നടക്കുകയും അതിന് പിന്നീട് ശേഷം പിന്നെ അബ്ദുൽ മജീദ് വാരണാക്കര കൽപ്പഞ്ചേരി ഹൈസ്കൂളിൽ അറബി അധ്യാപകനായിരുന്ന അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം പിന്നെ പ്രീ സ്കൂള് LKG UKG അങ്ങനെ 3 ഘട്ടത്തിൽ നടന്നിരുന്നു. അതിനുശേഷം കുട്ടികളുടെ വർധന കൊണ്ടപ്പോൾ അത് സ്റ്റാൻഡേർഡിലേക്ക് ഇങ്ങനെ 1, 2, 3 ആയിട്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി. അതിനുശേഷം ഘട്ടഘട്ടമായി മജീദ് മോലി ഇവിടെ താമസം മാറ്റിയപ്പോൾ അത് സീതാകുട്ടി മാഷ് ഏറ്റെടുക്കുകയും സീതാകുട്ടി മാഷ സാമ്പത്തിക ചില ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാരണത്താൽ അതിനുശേഷം 2002 ഞാൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇത്രയും കാലം ഏതാണ്ട് 20 കൊല്ലത്തോളം എൻ്റെ മാനേജ്മെൻറ്റ് കീഴിലാണ് ഞാൻ നടത്തിയിരുന്നത്. ഇത് സ്കൂൾ മദ്രസ ഇത് പള്ളിൻ്റെ കീഴിൽ നടക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ മറ്റുള്ള സ്കൂളിനെക്കാട്ടി വളരെ ഉഷാറായി നടക്കുന്നെങ്കിലും ഇവിടെ വളരെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എല്ലാ കുട്ടികളെയും, അതായത് നമ്മുടെ ജാതിഭേദമന്യേ എല്ലാ കുട്ടികൾക്കും നമ്മൾ അഡ്മിഷൻ കൊടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഫ്രീ ആയും അങ്ങനെ ഇവിടെ പഠിപ്പിച്ചു തന്നിരുന്നു. ഏതാണ്ട് കൊറോണ കാലം വന്നപ്പോഴാണ് അതിൻ്റെ കുട്ടികളിൽ നിന്നുള്ള ഫീസ് ലഭിക്കുകയും അങ്ങനെ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുകയും ചെയ്തപ്പോഴാണ് പിന്നീട് സാറിന് വന്ന് ഏറ്റെടുക്കുന്നത്. 3 കൊല്ലത്തോളമായി അവർ ഏറ്റെടുത്ത ശേഷം പുരോഗതി അതിനെക്കാട്ടി വളരെ പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ചരിത്ര പശ്ചാത്തലം പറയാൻ ധാരാളം പറയാനുണ്ട്. വൈകിയ വേളയിൽ ആദ്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞത് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും.